ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ഉത്രാളിക്കാവ് പൂരം ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ആഘോഷങ്ങൾക്കും ആശ്വാസം പകരുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ. ഹൈക്കോടതി വിധി പ്രകാരം ആനയെഴുന്നള്ളിപ്പും പൂരങ്ങളും നടത്താൻ പറ്റില്ലെന്ന കാര്യം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നും സുപ്രീം കോടതി വിധി പൂരപ്രേമികൾക്കും സമൂഹത്തിലെ എല്ലാവർക്കും സന്തോഷം പകരുന്നതാണെന്നും ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ പറഞ്ഞു. പൂരങ്ങളും ആഘോഷങ്ങളും ബന്ധപ്പെട്ട് ഒട്ടനവധി തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ആശ്വാസം പകരുന്നതാണ് സുപ്രീം കോടതി വിധി. വെടിക്കെട്ടിന്റെ കാര്യത്തിലും അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും അദ്ദേഹം അഭിനന്ദിച്ചു. പൂരവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടമായി എന്നതിന് തെളിവ് കൂടിയാണ് ഈ വിധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂരപ്രേമികൾക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊരു സ്വാഗതകരമായുള്ള വിധി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പൂരം പോലുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകളുണ്ട്. അവർക്കൊക്കെ ഇതൊരു വളരെയധികം പ്രയോജനപ്രകരമായിട്ടുള്ള ഒരു വിധിയായി മാറി. വളരെയധികം സ്വാഗതാർഹം. പ്രത്യേകിച്ച് നമ്മളുടെ പൂരം അടുക്കാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനി വെടിക്കെട്ടിൻ്റെ കാര്യത്തിലും ഇതുപോലെ ഒരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ എത്ര അധികം അഭിനന്ദിച്ചാലും പ്രശംസിച്ചാലും മതിയാവില്ല. അവർ ഒരൊറ്റക്കെട്ടായിട്ട് തന്നെയാണ് അവർ ഈ തൃശ്ശൂരിലെ എല്ലാ പൂരങ്ങളും നടക്കണം എന്നുള്ള ഒറ്റ ചിന്താഗതിയാണ് പാറമേക്കാവ് സെക്രട്ടറി രാജേഷ് നമ്മളോട് പങ്കുവച്ചത്. അതേ ചിന്താഗതി തന്നെയായിരുന്നു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ഗിരീഷ് ഏട്ടനും. പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളുടെ ഒരു പങ്ക് തന്നെയാണ്. മാധ്യമങ്ങൾക്ക് അറിയാം ഈ പൂരം വേണം എന്നുള്ളൊരു ഒരൊറ്റ മാധ്യമ പ്രവർത്തകർ പോലും പൂരത്തിനെതിരോ അല്ലെങ്കിൽ പൂരം വേണ്ട എന്നുള്ള അല്ലെങ്കിൽ ഈ മുൻവിധിയെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും പൂരം നടത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം മാധ്യമങ്ങളോട് നന്ദി പറയുന്നു. VCV ന്യൂസ്, ഉത്രാളിക്കാവ്.